Good morning students. English Literature Standard 8, Lesson 10. Life's a Glorious Gift. Part 2. I think we can finish this lesson with 3 parts. This is the second part. The next we can finish the portion. Our examination is coming 15. Okay, watch the video. Last class we are at here. Laszlo is meeting the Russian Federal Party, and he was saved because one of the snipper shot the Russian captain. And what happens is the goalkeeper catching a ball, and the violin plates shot out my hands and handed on the pavement. It landed at the feet of young captain. Everybody turned and looked down at it, and you know what the clocks had come and down. The case was about half an inch open. I could see the pistol gleaming inside. I could see it. This young captain bent down and picked the case up. He brushed the dust off with his hand. Then he fastened the clocks without looking inside the handed to back to me. Honestly, it is true. Where are you hurrying in such a where are you going in such a hurry? He said, to my violin lesson. I said, what do you think? He said, well, slow down. Some of my men have got very nervous trigger fingers. Then he patted on my head and told me to get going, or I will never be another Panagini. Who is Panagini? Panagini is the famous violinist. Famous violinist and Panagini. ഓക്കെ, അപ്പം അവിടെ വൺ ഓഫ് ദി സ്നിപ്പർ ഷൂട്ട് ചെയ്തു. ഈ ക്യാപ്റ്റൻ തെറിച്ചുപോയി. ഞാനും തെറിച്ചുപോയി. എൻ്റെ കയ്യിൽ നിന്ന് വയലിൻ ഉൾത്തരവിലേക്ക് ചെന്ന് വീണു. ക്യാപ്റ്റൻ കുഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ വയലിൻ കേസ് അല്പം തുറന്നു. ആ തുറന്ന ഇടയ്ക്കൂടെ എൻ്റെ പിസ്റ്റൾ ഇരിക്കുന്നത് കണ്ടു. ഞാൻ പെട്ടെന്ന് അത് ചാടി അടയ്ക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴത്തേക്കിനും ക്യാപ്റ്റൻ അത് എടുത്തു. എൻ്റെ പൊടി തട്ടിയിട്ട് എൻ്റെ തന്നിട്ട് എൻ്റെ തലോടിയിട്ട് പറഞ്ഞു, ഇത്ര ധൃതിയിൽ ഇവിടെ പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വയലിൻ പഠിക്കാനായിട്ട്. അപ്പോഴത്തേക്കിന് കാരണം വയലിൻ ബോക്സ് ആണ്, വയലിൻ പഠിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. ആഹാ, അപ്പം നീ പന്നാഗിനിയാണല്ലോ. ആ, പന്നാഗിനി നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വയലിനിസ്റ്റിൻ്റെ പേരാണ് പന്നാഗിനി. ആ, അപ്പം നീ പന്നാഗിനിയായി തീരുമല്ലോ എന്ന് ചോദിച്ചു. ആ, എന്നിട്ട് എന്നെ വിട്ടു. ദാറ്റ് ഈസ് വാട്ട് ഐ തോട്ട്, എ ഡെഡ് വയലിനിസ്റ്റ് ലൈക്ക് യു ഷുഡ് ഹാവ്. നോ, ഐ ആം ലക്കി ദാറ്റ് വിച്ച് ചാർമിംഗ് എക്സിക്യൂട്ടീവ് ക്യാപ്റ്റൻ ഹാസ് ആസ്ക്ഡ് ടു പ്ലേ ഹിം ഇൻ ടു. അദ്ദേഹം എന്നോട് ആ വയലിൻ വായിക്കാനൊക്കെ പറഞ്ഞിരുന്നത് സംഗതി കുഴപ്പമില്ല. വയലിൻ തുറക്കുമ്പോൾ അതിനകത്ത് പിസ്റ്റളൊക്കെ അവിടെ ആ വായിക്കട പിസ്റ്റൽ ഔട്ട് ഷോട്ട് ചെയ്തു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ പിസ്റ്റൾ എടുത്തിട്ട് ആ ക്യാപ്റ്റനെ വെടിവെച്ചു. പെട്ടെന്ന് ജോസഫ് തൻ്റെ പിസ്റ്റൾ എടുത്ത് ലസ്ലോയുടെ നെറ്റിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ അല്ലേ, കേട്ടോ. നേരത്തെ ലസ്ലോ നീയോ വെടിവെക്കരുതേ, അതിനകത്ത് ഉള്ളതാണ്, അതിനകത്ത് വെടിവെക്കരുതേ. സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സേ യുവർ പ്രേയേഴ്സ്. നേരെ നിൽക്കടാ, എൻ്റെ പ്രാർത്ഥിക്കും. ഇനിയിപ്പോൾ കൊല്ലാൻ പോകും. ഹാവ് യു ഡൺ ദാറ്റ്? ഗുഡ്. നൗ സ്ലോലി സ്ക്വീസ് ദ കിങ് ടുഗദർ. ഞാൻ ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ നിന്റെ തല പൊട്ടിച്ചത്. The fire pin broke when it bounced off the pavement. A lesson for you. Did I frighten you? അപ്പോൾ നീ പേടിക്കുമെന്നറിയാൻ വേണ്ടി ചെയ്തെന്നാണ്. നീ പേടിച്ചോന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, I am not frightened of anything. എനിക്ക് ഒന്നിനെയും പേടിയില്ല. അതെനിക്ക് മരിക്കാൻ പേടിയില്ല. ഞാൻ രാജ്യത്തിന് വേണ്ടി മരിക്കണം. അതുകൊണ്ട് എനിക്ക് ആരും പേടിയില്ല. വെടിവെച്ചാൽ You think you are immortal? നീ വിചാരിക്കുന്നത് നീ ചിരഞ്ജീവിയാണ്, ഒരിക്കലും മരണമില്ലാത്തവരാണെന്ന് വിചാരം. A lot of my friends thought the same a few days ago, and now it is too late to tell them.
അതർവൈസ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പല കൂട്ടുകാരും ഇങ്ങനെ ചിന്തിച്ചിരുന്നു, അവരൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ചിന്തി അവരെല്ലാം ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെട്ടാണ് പറഞ്ഞിട്ടുണ്ട്. If a friend, a musical captain, hadn't been a fool, you could be stretched out in the gutter. Now in Bali, see Boulevard. But immediately he must have been. Who are head of a boy in a hurry to go to violence. ബോളിവാർഡിൽ വെച്ച് കണ്ടിരിക്കുന്ന ആ മ്യൂസിക്കൽ ക്യാപ്റ്റൻ അറിയാവുന്ന അതിനൊരു വിദ്യയാണ്. ഏതെങ്കിലും ഒരു കുട്ടി ഇത്രയും ദുർവിദ്യ മ്യൂസിക് പഠിക്കാൻ വേണ്ടി പോകും. Did you get to റൺവിസ്റ്റി? നീ റൺവിസ്റ്റിക്ക് പോയോ? അയാൾ പേടിപ്പിടത്ത്. എനിക്കാണെങ്കിൽ കാലയില്ല, എനിക്ക് ചോര പൊക്കോണ്ടിരിക്കുകയാണ്. നീ പറഞ്ഞ സാധനം കൊണ്ടുവന്നു ഓളി വന്നു. യു ഷുഡ് ബി അറ്റ് ഹോം. നീ അമ്മയെ കാണാൻ വേണ്ടി പോയോ? യു ഷുഡ് ബി സ്റ്റഡിങ് യുവർ സ്കൂൾ ബുക്സ് ആൻഡ് ചോപ്പിംഗ് സ്റ്റിക്ക് ഫോർ യുവർ മദർ. നീ നിന്റെ സ്കൂൾ ബുക്ക് എടുക്കാൻ നിന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി പോയോ? I thought about my mother. എനിക്ക് അമ്മയില്ല, ഞാൻ ഓർഫനാണ്. Really? I had no relation. എനിക്ക് ആരും ബന്ധപ്പെട്ടില്ല. I didn't know that. So if I get it hurt, it doesn't matter. എനിക്ക് പരിക്ക് പറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആരും നോക്കാനൊന്നുമില്ല. എനിക്കൊരു മൊളട്ടോ കോക്ടെയിൽ അമ്മമാരെ പോലെ. Let me remind you. And our ego, I send you our medical station in my district to deliver urgent messages and bring back painkillers and a clean dressing for my food. While you have been bragging of your great deeds and heroic acts, I have been slowly bleeding to death and getting gangrene. Well, did you get your understanding? നീ ഇപ്പോൾ വലിയ പാലൊക്കെ പഠിക്കുന്നു, പക്ഷേ ഒരു മണിക്കൂർ മുമ്പ് എൻ്റെ അവസ്ഥ നോക്കാം. റഗ്ബി സ്ട്രീറ്റിലേക്ക് ഞാൻ വിട്ടത് അവിടെ നിന്ന് കുറച്ച് മുറിവ് കെട്ടാനുള്ള ബാൻഡേജും മരുന്നും ഒക്കെ മേടിക്കാണ്. ഇല്ലെങ്കിൽ എൻ്റെ ഈ വെടികൊണ്ട കാല് പഴുത്തോണ്ടിരിക്കുകയാണ്. അത്രയും ഞാൻ പഴുത്ത് ഇതിനകത്തെ കോശങ്ങൾക്ക് ബ്ലഡ് കിട്ടാതെ കോശങ്ങൾ പഴുത്ത് ജീവൻ പൊളിച്ചു കിട്ടും. അതുകൊണ്ട് ഞാൻ എനിക്ക് ജനറൽ പ്രശ്നമില്ല. അപ്പോൾ നിനക്ക് എത്രയും വേഗം റെയിൽവേ സ്റ്റേഷനിൽ പോകാമോ? റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ മെഡിക്കൽ സ്റ്റേഷൻ. നമ്പർ 97 മെഡിക്കൽ സ്റ്റേഷൻ. ഈ ഹംഗറിയുടെ മോചനത്തിന് വേണ്ടി പോരാട്ടക്കാരുടെ മെഡിക്കൽ സ്റ്റേഷൻ, അത് ഡോക്ടറുടെ സ്ഥലമാണ്. നമ്പർ 97 റെയിൽവേ സ്റ്റേഷൻ. യെസ് ഇവിടെ പോകാം. ഇട്ടി മെഡിക്കൽ ടെസ്റ്റിംഗ് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാമോ? നോ പറയാം, പറ്റത്തില്ല. കാരണം ദേ ഹാവ് ബ്ലോഡ് റെയിൽവേ സ്റ്റേഷൻ ബിൽസ്. ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അതല്ല, ദേ ഹാഡ് 2 ടാങ്ക്സ് ഈച്ച് ആൻഡ് പോർട്ട്. 2 ടാങ്ക് അവൈലബിൾ നിൽക്കുന്നുണ്ട്. റഷ്യക്കാരെ 2 ടാങ്കുകളുടെ കാവ് നിൽക്കും. അപ്പം പോകാനേ പറ്റില്ല. ദ ഹൗസ് ഇസ് അവർ മെഡിക്കൽ സ്റ്റേഷൻ നമ്പർ 97. 97 നമ്പറുള്ള വീട്. നമ്മുടെ മെഡിക്കൽ സ്റ്റേഷൻ പോകാൻ പറ്റത്തില്ലേ? ഓൾ ഫയർ ബ്ലാക്ക് സ്മോക്ക് പോലും ഔട്ട് ഓഫ് ദി. ആ മെഡിക്കൽ സ്റ്റേഷൻ മൊത്തം റഷ്യൻ പട്ടാളം ടാങ്ക് ഉപയോഗിച്ച് ഫയർ ചെയ്ത് കാണും. ആ വീട്ടിൽ നിന്നെല്ലാം വെള്ളം പുക ഉയർന്നു വരുന്നുണ്ട്. അവിടെ എല്ലാം തീ പിടിച്ചിട്ടുണ്ട്. പീപ്പിൾ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ജനലിൽ എടുത്ത് ചാടുന്നുണ്ട്. അത് ഹാപ്പി മൗണ്ടൻ സംഭവിച്ചു. മെഷീൻ ഗൺസ് ഉപയോഗിച്ച് അവരെല്ലാം ഉപയോഗിച്ചു. നീ കണ്ടോ? ഞാൻ കണ്ടു. ഇടേ മാൻ വിത്ത് വൈറ്റ് ഹെയർ കമോ, വെള്ള താഴെയുള്ള ഒരു മനുഷ്യനെ കണ്ടോ? ഗ്ലാസ് ഒക്കെ ധരിച്ച കണ്ടു. വാട്ട് ഹാപ്പൻ? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഷോട്ട്. ഈ ഡൗൺ ദ സ്റ്റെപ്സ്. ആ സ്റ്റെപ്പിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് റഷ്യൻ പട്ടാളം ഉപയോഗിച്ചു. അദ്ദേഹം താഴെ റിയലി അദ്ദേഹം മരിച്ചു. A dead, red-haired girl in the dark blue powder jacket. നല്ല സ്വർണ്ണ തലമുടിയുള്ള ഒരു പെൺകുട്ടി. അവളൊരു ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. ഏകദേശം 19 വയസ്സ് വരുന്നൊരു പെൺകുട്ടി നീ കണ്ടോ? ഏകദേശം 19 വയസ്സ് വരുന്ന പെൺകുട്ടിയെ കണ്ടോ? കണ്ടു. ഷീ ഹാഡ് സ്റ്റെൻഗൺ. അവിടെ ഒരു സ്റ്റെൻഗണുമായിട്ട് വന്ന് ഈ റഷ്യൻ പട്ടാളത്തിന് എതിർക്കുന്നു. ബട്ട് എ സ്റ്റെൻഗൺ came rolling out of a window. ഒരു ജനലിൽ കൂടെ സ്റ്റെൻഗണുമായിട്ട് ചാടി വീണു റഷ്യൻ പട്ടാളത്തിന്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇറ്റ് വാസ് നോ ഗുഡ്. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഷീ ലാസ്റ്റഡ് അബൌട്ട് 30 സെക്കൻഡ്. 30 സെക്കൻഡ് ആക്കാൻ കഴിയുന്നു. 30 സെക്കൻഡ് അവർ വെടിവെച്ചു. അവളെ റഷ്യക്കാരെ പട്ടാളം പോയി. ഐ സി. അപ്പോൾ കഴിഞ്ഞു. സോ ഇഫ് യു വാണ്ട് റിവെഞ്ച്, നമുക്ക് അവരോട് പ്രതികാരം കാണിച്ചു. നമ്മുടെ മെഡിക്കൽ സ്റ്റേഷനിലുള്ള അവരോടെല്ലാം കൊന്നവരോട് പ്രതികാരം ചെയ്യും. എനിക്ക് അതോട് ഞാൻ
അവർ ഒരു ഡസൻ മൊളോട്ടോ കോക്ടെയിൽ എല്ലാത്തിനും വേണ്ടി കൊടുക്കും. എല്ലാത്തിനും പെട്രോൾ പമ്പ് വരും. ഉണ്ടായിരിക്കടാ ഷട്ടർ. ഡു സംതിങ് സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ഫോർ എ ചേഞ്ച്. ഹിയർ ആർ 4 addresses. Go to the first 3 and tell them the medical station finished and the doctor's late. എനിക്ക് ഞാൻ 4 അഡ്രസ്സുകൾ എഴുതിയിരുന്നു, 4 സ്ലിപ്പർ എഴുതി. ആദ്യത്തെ 3 എണ്ണം നീയെ ആദ്യത്തെ 3 എണ്ണം 3 സ്ഥലത്ത് ചെല്ലണം. ചെന്നിട്ട് നീ അവർക്ക് ഇത് കൊടുക്കണം. അതിനകത്ത് എഴുതി നമ്മുടെ മെഡിക്കൽ സ്റ്റേഷനിൽ ഡോക്ടർ മരിച്ചു, ആ വെള്ളത്താഴയുടെ മനുഷ്യനായിട്ടുണ്ട് ഡോക്ടർ, അദ്ദേഹത്തെ വിളിച്ചു. പിന്നെ ആരും മെഡിക്കൽ സ്റ്റേഷനിലോട്ട് പോകണം. 4th അഡ്രസ്, 4ാമത്തെ അഡ്രസ് എന്ന് പറയുന്നത് എലിസബത്ത് ബ്രിഡ്ജിലുള്ള ബുഡാപെസ്റ്റ് എലിസബത്ത് ബ്രിഡ്ജ് കൊടുക്കാൻ. അവിടെ നിന്നെ ഒരു 50 വയസ്സുള്ള സ്ത്രീ സ്വീകരിക്കും, ഒരു നല്ല വണ്ണമുള്ള സ്ത്രീ. ടെൽ ഹെർ ഐ സെൻഡ് യു, ആസ്ക് ഹെർ ടു ഇൻസൈഡ് ആൻഡ് സിറ്റ് ഡൗൺ. ഞാൻ നിന്നെ അയച്ചെന്ന് പറയാം, നിന്നോട് അകത്ത് വരാൻ പറയും. ദെൻ ടെൽ ഹെർ വാട്ട് ഈസ് സോ ഇൻ റൺവേ സ്ട്രീറ്റ്. റൺവേ സ്ട്രീറ്റിൽ കണ്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റേഷൻ അവസാനിച്ചു എന്ന കാര്യം നിങ്ങളോട് പറയാം. അങ്ങോട്ടേക്ക് ഞാൻ പോകണം. ഇഫ് ഷി ഹാസ് എനി ഫസ്റ്റ് എയ്ഡ് ഡ്രസ്സിംഗ്, അവളുടെ ഒരു ഫസ്റ്റ് എയ്ഡ് ഡ്രസ്സിംഗ് വല്ലതും നീ മേടിച്ചുകൊണ്ടിരിക്കുക. ഡോണ്ട് ടെൽ ഹെർ അബൌട്ട് മൈ ഫുഡ്, എൻ്റെ കാല് വെടിയേറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. അവളോട് ഞാൻ സുഖമായിട്ട് നിന്നു ഞാൻ സ്ത്രീയോട് പറയാം. വാട്ട് ആർ വെയിറ്റിംഗ് ഫോർ? നോട്ട് ഫ്രൈറ്റൻഡ്. നിനക്ക് ഇനി പോകാമോ? നിനക്ക് പേടിയാണ്? ഐ ആം നോട്ട് ഫ്രൈറ്റൻഡ്. എനിക്കൊന്നിനെ പേടിയില്ല, ഞാൻ പോകാം. പക്ഷേ എനിക്ക് ഇച്ചിരി മൊളട്ടോ കോക്ടെയിൽ ഒരുപാടുണ്ട്. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഇറങ്ങി പോടാ, ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യും. ലൊസ്ലോ Joseph holding his head in his hands and his shoulders. Oh God, you have got to hide me. പെട്ടെന്ന് നിൽക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഒച്ച കേട്ടപ്പോഴത്തേക്കിന് ലൊസ്ലോ പറഞ്ഞു, എന്നെ എളുപ്പം ഒളിപ്പിക്കും, എന്നെ ഒളിപ്പിക്കുന്നു. ഇനി അത് ഒളിപ്പിക്കുന്നു. വാച്ച് കമ്മിങ് അപ്പ് ദി സ്റ്റേഴ്സ്. യു നോക്കിക്കേ, ആ വാതിലോട്ട് നോക്കി ഒരു സ്ത്രീ വരുന്നുണ്ട്. ആരാണ്? മൈ സിസ്റ്റർ, എൻ്റെ പെങ്ങളാണ്. അവളെ അടുത്ത് എന്നെ ഒളിപ്പിക്കും. കമ്മിങ് അപ്പ് ദി സ്റ്റേഴ്സ് യു ഹാവ് ഗോട്ട് ടു ഹൈഡ് മീ. എന്നെ ഒളിപ്പിച്ചിരുത്തു. ഡോണ്ട് ഗിവ് മീ അവേ കൊമ്പറേഡ്. എന്നെ അവളെ കൊടുക്കരുത്, അവൾ എന്നെ കൊല്ലും. ഷീ വിൽ മർഡർ മീ. അവളെന്നെ കൊല്ലാൻ വരും. വൈ? വാട്ട് ഹാവ് യു ഡൺ? എന്താ സംഭവിക്കുന്നത്? നത്തിങ്, ഷീ ഈസ് ജസ്റ്റ് എ മാനി. അവളൊരു അരപട്ടി റാമി. അവൾക്ക് എന്നെ കണ്ടാൽ കൊല്ലണം, എന്നെ കൊല്ലാൻ വേണ്ടി തപ്പത്തി നടക്കുക. അവളെ എന്നെ കൊടുക്കരുത്. ക്ലോസ് യുവർ ഹാൻഡ്. യു വോണ്ട് ഗിവ് മീ അവേ. കൊടുക്കരുത്. എനിക്ക് പ്ലേസ് ടീച്ചേഴ്സ്. പെട്ടെന്ന് ഇത് തന്നെ എടുത്തു. അവിടെ കണ്ടൊരു ഡീപ്പിക്കകത്ത് കയറി ഒളിച്ചു. എന്നിട്ട് ബ്ലാങ്കറ്റ് കുറച്ചു. അപ്പോൾ അവൻ്റെ ഇത് വയലിൻ പീസ് എടുക്കുന്ന എന്നിട്ട് അത് മറിച്ച് വെച്ചു. എന്നിട്ട് റെഡിയായി. അപ്പോൾ ഒരു പെണ്ണ് കയറി എക്സിസ്റ്റ് നീ ഹാവിസിനെ പോയി, നിങ്ങളൊരു ബോയെ കണ്ടോ? പോയി. ബോയോ 13 വയസ്സുള്ള ആൺകുട്ടി. ഈസ് മൈ ബ്രദർ. അവനെൻ്റെ ബ്രദറാണ്. 13 വയസ്സുള്ള കുട്ടികളുണ്ടല്ലോ. ഹിസ് മദർ പോയിട്ട് വയസ്സിലെടുത്ത് പറയും. അവനെ കാണാത്തോണ്ട് അവൻ്റെ അമ്മ വലിയ ദുഃഖി നേടിയിരിക്കുക. ഹിസ് മദർ, യെസ്, ഈ ഹാസൻ ബീൻ ഹോം ഫോർ കഴിഞ്ഞ 4 രാത്രികളായിട്ടാണ് വീട്ടിൽ തിരിച്ചു വന്നത്. ഹീസ് കില്ലിങ് ഹിം. അവൻ്റെ അമ്മയോ അവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മ മനപ്രയാസപ്പെട്ട് ഇങ്ങനെ കിടക്കുക. സോ ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ ഹിം. ഞാൻ അവനെ തപ്പി വന്നതാണ്. മൈ ഫീറ്റ് ആർ ബ്ലീഡിങ് ഫ്രം വാക്കിംഗ് ഇൻ ദി സ്ട്രീറ്റ്. നടന്ന് എൻ്റെ കാലുകളിലും ചോര വരാറുണ്ട്. ഫിംഗേഴ്സ് ആർ സ്കോർച്ച്ഡ്. കൈയെല്ലാം തണുത്ത് വരച്ചിട്ടുണ്ട്. സ്കോർച്ച്ഡ്. ദ ബോഡീസ് ആർ കവേർഡ് ഇൻ ലൈൻ. ഞാൻ വരുന്ന വഴിക്കെല്ലാം ബോഡികളെല്ലാം മരിച്ചവരുടെ ശരീരങ്ങളെല്ലാം ലൈമ, ചുണ്ണാമ്പ് പൊടി, ചുണ്ണാമ്പ്, അതായത് കുമ്മായം വായ വളരെയിരിക്കുന്നു കണ്ടു. ദ ബോഡീസ് ആർ കവേർഡ് ഇൻ ലൈൻ. സം ഓഫ് ദം ആർ ഓൺലി ലൊസ്ലോ സൈസ്. ചുരുക്കം പേരുടെ ഉദരങ്ങൾ പിള്ളേരെ കണ്ടു. അതിനകത്ത് ലൊസ്ലോയുടെ പോലത്തെ കണ്ടു. യു ഹാവ് ടു സ്ക്രാപ്പ് ഇറ്റ് ഓഫ് ദെയർ ഫേസസ് ടു സീ ഹൂ ദേ ആർ. എവറി ടൈം വൺ ഓഫ് ദോസ് ലിറ്റിൽ ഡെഡ് ഫേസസ് വാസ് ലൊസ്ലോ. ഞാൻ ഓരോ ശരീരം കാണുമ്പോഴും ഒരിക്കലും അത് ലൊസ്ലോ ആകേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബട്ട് their sisters must be looking for them. Their mothers must be going on. എൻ്റെ അമ്മ അവനെ കാണാനായിട്ട് ഇത് ഭ്രാന്തിയായി മാറിയിരിക്കുക. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് കൊടുക്കണം. 10 minutes ago I saw a boy in that distance going around. ആന്ത്രസി അടങ്ങി വെരി ഫാസ്റ്റ്. 10 മിനിറ്റ് ഞാൻ കേട്ടു എൻ്റെ ലൊസ്ലോയുടെ അതേ പ്രായമുള്ള ഒരു കുട്ടി ആന്ത്രസി അടങ്ങിയിലൂടെ വളരെ വേഗത്തിൽ സ്കേറ്റിങ്ങിലൂടെ പോകുന്നുണ്ട്. കാരണം അവൻ സ്കേറ്റിംഗ് ഉപയോഗിക്കുന്നതാണ്, അവൻ സ്കേറ്ററാണ്. ലൊസ്ലോ സ്റ്റോൾ അവർ ജൂനിയേഴ്സ് ഗ്രാൻഡ്സൺസ് കിഡ്സ് ഫോർ 4 ദിവസം മുമ്പ് അവൻ്റെ തൊട്ടടുത്തുള്ള
എൻ്റെ ഗ്രാൻഡ് സണ്ണിൻ്റെ എൻ്റെ ഗ്രാൻഡ് സണ്ണിൻ്റെ സ്കേറ്റർ കട്ടെടുത്തോണ്ട് അവൻ പോയതാണ്. ഐ ആം ഓൾവേസ് ഷുവർ അവൻ തന്നെയായിരിക്കും എനിക്ക് ഉറപ്പാണ്. അവൻ മിക്കാൾ കൂടി എവിടെയെങ്കിലും ഉണ്ട്. അതാ ഞങ്ങളുടെ വന്നത്. ഈ ടേൺ സ്ട്രീറ്റ്, ഈ സ്ട്രീറ്റിനോട് കേൾക്കുന്നതായിട്ട് കണ്ടു. പുൾ ദിസ് ആർക്ക് ആൻഡ് ദിസ് ഈസ് ദ ഓൺലി ഹൗസ് വിത്ത് എനി സൈൻ ഓഫ് ലൈഫ്. ഈ അവരുടെ എല്ലാ വീടുകളും തകർന്നു കിടക്കാം. ഈ വീട്ടിൽ മാത്രമേ അവർക്ക് വെട്ടമുള്ളൂ. അതാണ് ഇവിടെ കയറി വന്നത്. യെസ്, റഷ്യൻ ആർമി പെയ്ഡ് അസ് ലിറ്റിൽ സോഷ്യൽ കോൾ ടു 92. അതെ, റഷ്യൻ ആർമി 2 ദിവസം മുമ്പ് ഇവിടുത്തെ സ്ട്രീറ്റിലെ എല്ലാ വീടുകളും തകർത്തു. എല്ലാവരും പോകുന്നു. ഇവിടെ മാത്രമേ ഉള്ളൂ ചെയ്തു. യു പീപ്പിൾ യൂസ് ലിറ്റിൽ ചിൽഡ്രൻ ഡോണ്ട് നീഡ് ടു ഡയറക്ട്ലി വർക്ക്. Is that just the being doing? Running at the dog, Budapest smuggling arms under the nose of the Russians. നിങ്ങൾ കൊച്ചുകുട്ടികളെ ഉപയോഗിച്ച് നിങ്ങളുടെ സ്മഗ്ലിങ്ങിന് വേണ്ടി സാധനങ്ങൾ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത്ര ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഐ ഡോണ്ട് നോ മൈ ബോയ്, എനിക്ക് 14 വയസ്സുള്ള കുട്ടിയെക്കുറിച്ച് അറിയില്ല. ബട്ട് യു ഡി യൂസ് യങ് ബോയ്സ്. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ മെസ്സഞ്ചറായിട്ട് കൊച്ചുകുട്ടികളെ ഉപയോഗിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ അവരെ മരണത്തിലേക്ക് തള്ളിയിടുക. Shall I tell you something? We can't stop the little devils. We tell them to go home and cheat. പക്ഷെ നിങ്ങൾ ആയിരിക്കണം ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടെന്നുള്ള സത്യം. പക്ഷെ ഞങ്ങൾ പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. അവര് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നടക്കുന്നവർ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫൈറ്റിംഗ് ഫ്രീഡം, ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അതോ സ്വാതന്ത്ര്യത്തിന് പറഞ്ഞിട്ട് അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളവിടെ ജീവിതം കവർന്നു നിൽക്കുകയാണ്. ഞങ്ങളൊരിക്കലും അവരുടെ ജീവിതം കവർന്നു നിൽക്കുന്നില്ല. അവരുടെ ആത്മാക്കളെ എടുക്കുന്നില്ല. ജീവൻ മാത്രം അവരതിനെ ജനിച്ചത്. അതുകൊണ്ട് ഞാൻ ഞങ്ങൾ അവരുടെ ജീവനെ എടുക്കുന്നില്ല. അവരവരുടെ ആത്മാവിനെ ഞങ്ങൾ മോചിപ്പിക്കുകയാണ്. അവര് കഷ്ടപ്പാടുകൾ മോചിപ്പിക്കുകയാണ്. ഐ ഹാവ് നോ ഐഡിയ. ആത്മാവ് ഉണ്ടോ? യു തിങ്ക് ഇറ്റ് ഇസ് സീരിയസ് ടു നോ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് സീരിയസ് തിങ് ഐ ടോൾഡ്. യഥാർത്ഥത്തിൽ സീരിയസ്. ഇത് സീരിയസ് ആണ്. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? ഇത് ശരിക്കും ബുദ്ധിപരമല്ല. നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നിങ്ങൾ കുട്ടികളെ ഉപയോഗിക്കുന്നു. കുട്ടികൾ കൊല്ലപ്പെട്ട നിങ്ങൾ തന്നെ. പക്ഷെ ഓരോ കുട്ടിയും കൊല്ലപ്പെടുമ്പോൾ അവൻ്റെ വീട്ടിലുണ്ടാകുന്ന ദുഃഖം, അവൻ്റെ അമ്മയ്ക്കുണ്ടാകുന്ന ദുഃഖം നിങ്ങൾ മനസ്സിലാക്കണം. എവരി മോർണിംഗ് ആൻഡ് എവരി നൈറ്റ് ഐ ത്രോ മൈസെൽഫ് ഡൗൺ മൈ നീസ് ആൻഡ് താങ്ക് ഗോഡ്. ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ സഹോദരൻ ഇങ്ങനെ കൊല്ലപ്പെട്ട് കിടക്കുന്നവരെ കാണരുത്. പക്ഷേ അതർവൈസ് ഐ ആം നോട്ട് ഗോയിങ് ടു ഡൈ. ഐ ഹാവ് ഗോട്ട് 1000 plans. എനിക്ക് ആയിരക്കണക്കിന് പ്ലാനുകളുണ്ട്, ആയിരക്കണക്കിന് സ്വപ്നങ്ങളുണ്ട്. എൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടാൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തീരും. സോ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. God know I agree with you. Life is a gift, a glorious gift, but one to be used, not an ornament to put on the culture community. Case it was wrapped. This gift comes wrapped in many layers of paper. To peel off the layers, to ask the question, to keep seeking the truth. Each layer is a new discovery series, music. With each new layer, we get close to the heart, to the very truth about life, and to the center is the soul. But the Russian came here their tanks and they said, hand off that gift of yours, comrade. We will take care of it here. Hands up, don't peel off the wrapper. Don't ask us to. We will tell you what the truth is. If you say no, I would rather find out myself. They stick a petrol pistol in your neck and pull the trigger, and that is the end of the gift. And if you say yes and hand it over, that is the end of the gift. So all you can do is a fight, whether you have 13 years or 100. Otherwise they will name you up in your coffin without waiting for. അപ്പോൾ ജോസഫ് അവളോട് ബോർബല എന്ന് പറയുന്ന നൊസ്ലയുടെ പെങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, പെങ്ങളെ, ജീവിതം എന്ന് പറയുന്നത് ഒരു സമ്മാനമാണ്. അതൊരു മഹത്തായ സമ്മാനമാണ്. നമ്മൾ അതൊരു ഓർണമെന്റ് പോലെ പൊതിഞ്ഞ് നമ്മളൊരു ഷെൽഫിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് പല പല പേപ്പർ വെച്ച് പൊതിഞ്ഞിരിക്കുകയാണ്. ആ പല പല പേപ്പറിന് കൊടുത്ത് നമ്മുടെ ഓരോ കഴിവുകളാണ്. മ്യൂസിക്, സയൻസ്, ഡാൻസ്, ഇങ്ങനെ ഓരോരോ കഴിവുകളാണ്. നമ്മൾ ഓരോ പേപ്പറും പൊളിച്ച് എടുത്ത് അത് ഉപയോഗിക്കുക. എന്നാൽ റഷ്യക്കാരിപ്പം വന്നിരിക്കുക, നമ്മളോട് പറയുകയാണ് ആ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ കൊടുത്തേക്കട്ടെ, അവർ നോക്കിക്കൊള്ളാമോ. നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സത്യത്തിൽ നമ്മളെ ഈ ലോകത്തു നിന്ന് അവർ പറഞ്ഞിരിക്കും. അവരൊരിക്കലും നമുക്ക് ഗുണം വരുത്താൻ വന്നവരല്ല. ഈ നമ്മൾ അപ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ച് ചുറ്റും ഇത്രയേ ഉള്ളൂ. അവരുടെ നിങ്ങളുടെ കഴിക്കാലോട്ട് ഇഷ്ടത്തിൽ വെക്കും, പ്രകൃതി വരും. നിങ്ങളുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് സമ്മാനം എടുത്തത് ഇത്രയേ ഉള്ളൂ. സത്യത്തിൽ ഈ ലൈഫ് എന്ന് പറയുന്നത് അവരുടെ കൊടുത്ത് തീർക്കാനുള്ളതാണ്. ഇനി അഥവാ നിങ്ങൾ അവരെ അംഗീകരിച്ചു, അവർ പറഞ്ഞത് ചെയ്താൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശവപ്പെട്ടില്ല. കാരണം നിങ്ങൾ
മരിച്ചു എന്നുള്ള പ്രശ്നമല്ല, അവർക്കിത് മുഴുവൻ കൈയടക്കാം. അപ്പം നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ സമ്മാനം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് ചിന്തിക്കണം. നമുക്ക് ഷാൽ ബി കണ്ടിന്യൂ നെക്സ്റ്റ് ക്ലാസ് ആൻഡ് ദ ലാസ്റ്റ് ക്ലാസ്. ഓക്കെ.